എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Temperance, King of Pentacles, Four of Cups, Eight of Swords, Two of Wands, Ace of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ടെമ്പറൻസ് ആൻഡ് ടു ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചധികം സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം ഒക്കെ വരുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ടുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അതിപ്പോൾ ജോലി സംബന്ധമായിട്ട്, സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥ കുടുംബ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലോ പ്രൊഫഷണലോ കാര്യങ്ങളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ടാവും. ട്രാൻസ്ഫർ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തവർക്ക് കാര്യങ്ങൾ റെഡിയാവുന്നുണ്ട്. കാരണം ഒരു പക്ഷേ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ കുടുംബവും ജോലിയും വളരെയധികം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കൊണ്ടുപോകുന്ന ആ ഒരു ബാലൻസ് നിലനിർത്താൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫറൊക്കെ റെഡിയാവുന്നുണ്ട്. ഫാമിലി ഓടൊപ്പം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് എന്തോ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവാം. അത് ഫൈനലി അതിൻ്റെ അതായത് വാങ്ങിക്കാനുള്ള സാധനം എന്തായാലും അത് വാങ്ങിക്കാനുള്ള അത്രയും തുക നിങ്ങൾ സ്വരുക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇനി അത്രയും ആയിട്ടില്ല എങ്കിൽ പോലും ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം ധനലാഭം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ പൈസ വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം എന്നുള്ളത്. ചെറിയ കുട്ടികളൊക്കെയുള്ള ആളുകളാണ് എങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ ഏൽപ്പിച്ചിട്ട് മറ്റെവിടത്തെങ്കിലും പോകുന്ന സാഹചര്യമാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം, ഇപ്പോൾ കുട്ടികളെ ഡേ കെയറിലേക്ക് ആക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനം, കുട്ടികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാഹചര്യം വരുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് കപ്സ് ആൻഡ് എയ്റ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ചില ആളുകൾ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ നടത്താൻ കുറച്ച് നാളായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. ലോൺ കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ലോൺ റെഡിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താനും മറ്റുമൊക്കെ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം എന്ന് സൂചിപ്പിക്കാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് പുതിയൊരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് വിപുലപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില അവസരങ്ങൾ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പാർട്ട്ണർഷിപ്പിലായിട്ട് വരുമ്പോൾ ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നേറാനുള്ളൊരു സാധ്യത തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ അവസരം വരുമ്പോൾ കാണുമ്പോൾ അത് വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നും. പെട്ടെന്ന് ചാടിക്കയറി ഏൽക്കാതിരിക്കുക, അതൊന്ന് ആലോചിക്കുക. അതിൻ്റെ വരായകളും കാര്യങ്ങളും മറ്റും എല്ലാ സൈഡും ആലോചിച്ചിട്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇതിൽ പെട്ടെന്ന് കയറിയിട്ട് ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നല്ല പൊസിഷൻ, നിങ്ങളിപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, മാനേജറിയൽ പൊസിഷൻ അതിന് മുകളിലേക്ക് ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജോലിയിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു മാറ്റം വരുന്നുണ്ട്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാവും.
ജോലി പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ളവരോ വിഡോവറോ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി, ജോലി സ്ഥലമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക്, ഒന്നുകിൽ അത് പിന്നീട് വിവാഹത്തിൽ കലാശിക്കുന്ന തരത്തിലേക്കുള്ളൊരു ബന്ധം, ഒരു പുനർവിവാഹം കാര്യങ്ങളാവാം, റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മാരീഡ് കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്കാണ് പോകാൻ സാധ്യതയുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകൽച്ച പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിന്നീടുള്ള പ്രശ്നങ്ങളുണ്ട് കാണിക്കുന്നുണ്ട്. ഇത് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക്, വലിയൊരു അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നത്, അല്ലാത്തവർക്ക് ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ പൊതുവേ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. 4 of Cups and 2 of Wands എനർജിയാണ്. കുറച്ച് ഒരു നിങ്ങൾ പല കാര്യങ്ങളും നേടുന്നുണ്ടെങ്കിൽ പോലും ഒരു തൃപ്തിയില്ലായ്മ ജീവിതത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തൃപ്തിയില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു, പിന്നെ പ്രത്യേകിച്ച് ഒരു ഗോള് അല്ലെങ്കിൽ ഇന്നത് വേണം എന്നുള്ളൊരു ചിന്തയും അല്ലെങ്കിൽ ഇനി അതാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്നുള്ളൊരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാവാം ചില ആളുകളിൽ. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് നേടാൻ പറ്റാത്തതിൻ്റെ സിറ്റുവേഷനാണ് എങ്കിൽ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് തന്നെയാണ്. എന്നിരുന്നാലും കാര്യങ്ങൾ നേടുന്നത് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാൻ വേണ്ടി മാത്രമുള്ളതല്ല ജീവിതം. അത് വഴിയെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹോബീസ് മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക, ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം, ഇപ്പോൾ ജോലി, പൊസിഷൻ, സമ്പത്ത് ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യമാണ്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. പക്ഷെ അത് മാത്രമാവരുത് മനസ്സിലെ ചിന്ത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി, മറ്റു കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, ഇതിലൊക്കെ ഒന്ന് സമയം കണ്ടെത്താൻ ശ്രമിക്കാം. ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ജോലിയുള്ളവർ ഭയങ്കരമായിട്ട് ജോലിയിൽ മുഴുകാൻ പഠിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും കോളേജ് ആ ഒരു കാലഘട്ടത്തിലുള്ളവരാണ് ഒത്തിരി പഠനവുമായിട്ട് മുഴുകി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ, അങ്ങനെയുള്ളൊരു ഒത്തിരി പുസ്തകങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പരീക്ഷ പുസ്തകങ്ങൾ, അറിവ് നേടുക, കൂടുതൽ ഫയൽസ് എല്ലാം അങ്ങനെയുള്ളതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന, ഇപ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ അത്, അല്ലാത്തവരാണെങ്കിൽ ആ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ ആ ഒരു ഗോള്, ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടുക എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും. അതിപ്പോൾ വിദ്യാർത്ഥിയാണെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒക്കെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കിങ് ഓഫ് കപ്സ് ആൻഡ് 2 of Wands എനർജിയാണ്. നിങ്ങളുടെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്കായിട്ടുള്ളതല്ല, ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് മറ്റെന്തോ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങളുടെ നിയോഗം, ലൈഫ് പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വഴികാട്ടി, ഒരു ഗുരു, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ചില ആളുകൾ ഒരു പക്ഷേ സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആശ്രമങ്ങളോ മറ്റങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉള്ള ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഈ ഒരു മാസം തുടക്കത്തിലൊക്കെ പൊതുവേ നിങ്ങളുടെ ഗോളിൻ്റെ പുറകെ ആയിരിക്കും. പക്ഷെ ഒരു പാതി കഴിഞ്ഞതിന് ശേഷം മാസം അവസാനിക്കുന്ന സമയത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളും എനർജി മാറുന്നുണ്ട്. അതായത് നിങ്ങൾ കൂടുതലായിട്ട് ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണം സമ്പാദിക്കുക, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധയുള്ളവരെന്ന് പറയുമ്പോൾ പിന്നീട് അത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് നിങ്ങളെ മാറ്റുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പല കാര്യങ്ങൾ അറിയാനും പഠിക്കാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.